പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിലെ ചേട്ടന് വേണ്ടുന്ന എല്ലാ ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് കയറി പിടിക്കും. ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ടിരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്? ശിവാജി ഗണേശൻ അങ്ങനെയൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട. പാല് കുടിച്ചാ. എന്നാ ജയപ്രഭേ നിന്റെ പങ്ക്. വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചോ. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. അയ്യടാ, ഇയാടെ എച്ചില് കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെയും നിറക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കോരായ കൊണ്ടുവരാൻ പറ്റോ? എടാ കാല, കരിക്കട്ട കുടിക്കുന്ന താനും വെള്ളം കട്ടി കുടിക്കുന്ന ഞാൻ എങ്ങനെ ചേരും? കല്യാൺജി ആനന്ദ്ജി പോലെ, ലക്ഷ്മികാന്ത് പേരല്ലാരി പോലെ ചേരണല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. പറഞ്ഞേക്കാം. മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? ഇത് തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റാ? താൻ പാല് കുടിച്ചില്ലേ? അതിലുണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? അങ്ങോട്ടോ. ഞാൻ അർജുനൻ പിള്ളയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ പോണ്ട. കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഇങ്ങനെ ഇത് പോരാ. ചിരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം. എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി തന്നെ? ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി. വള്ളുവനാടൻ സ്പെഷ്യൽ ചെട്ടിനാട് സ്റ്റൈൽ. അയ്യോ, എന്തായി കാണിക്കണത്? പപ്പടത്തിനെന്താ ഈ നിറം? എന്താ റബ്ബർ എണ്ണയിലാണോ കാച്ചുന്നേ? ഇന്ന് രണ്ടാമതൊന്നും എനിക്കറിയണം. ഒന്നുകിൽ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രവേൽപ്പ്. പറയണേ എന്താ? എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായതാക്കി. അതേത് നായ? വന്നേ താങ്കൂട്ട, നമുക്ക് അകത്തേക്ക് കയറാം. വേണ്ട, കേട്ടണ്ട. നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മക്ക് കേക്കണ. അമ്മയുടെ മകൾ ഈ കള്ളി അവൾ എന്നോട് ചെയ്തത് എന്താണെന്ന് അമ്മക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കളിക്കുന്നത് എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. അറക്കപ്പൊടിയോ? ഓടോ കോക്കി. അറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. എന്താ ഇവനീ പറയണതൊക്കെ? പറഞ്ഞു കൊടുക്കണേ. താങ്കൂട്ട, ഒരു വടക്കം വീത ഗാഥയിലെ ഉണ്ണിയാർച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പയറ്റിയത്. എന്ത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നേ? അകത്തേക്ക് വാ. വേണ്ട, എന്നെ ആരകത്ത് എത്തണ്ട. എനിക്ക് എന്താ ഒരു വേളം? അളിയിൽ നല്ല പോവനാണല്ലോ. വിളിച്ചോണ്ട് 4 കുട്ടി വെള്ളം ഒരു തല ഒഴുകി. എന്നെ തൊട്ടി വിളിക്കാൻ നീ ആരാടാ പട്ടി? ഇതാണ് സ്വഭാവം. ഇയാളുടെ കൂടെ ആയുഷ്കാലം മൊത്തം ജീവിക്കേണ്ട എന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, എന്താ ഇവിടെ? ചാക്യാർ കൂത്തോ? തങ്കക്കൊട ആനമയക്കി അടിച്ച് മൺകൊടമായി. അയ്യോ, കാലന്ന മരുമക്കൾ അച്ഛൻ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഓനെ നീ അകത്തുവോ? ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല. കളി കണ്ടു നിൽക്കണ്ട, എല്ലാവരും കയറി പൊടിയകത്ത്. ഉത്തമ, സുധാകര, ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുറച്ച് തൈര് കൊടുക്ക്. ഓ, പിടിക്ക്, പൊക്ക്. ജീവനുണ്ട്. ആലുവാപ്പുഴ സുപ്രഭാ. തനിക്ക് ചായ കിട്ടിയല്ലേ? എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല. എങ്ങനെ തരും? അത്രയ്ക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ബോധം ഇല്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാ ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരുടെ ലക്ഷണം. എങ്ങനെ മനസ്സിലായില്ലേ? മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. എന്റെ ബോധം തെളിയിക്കണ്ട. മനസ്സിലായ? രാവിലെ വീണ്ടും തുടങ്ങിയോ? വിഷമിക്കണ്ട തങ്കക്കുട്ട, ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും.
ഇവരുമായിട്ട് കമ്പനി കൂടുന്നത് ജയശ്രീക്ക് ഇഷ്ടമാവാൻ വഴിയില്ല. തങ്കക്കുട്ട തന്റെ ജോലി എന്തും ആയിക്കോട്ടെ, ഈ വീട്ടിലെ സംബന്ധക്കാരനായി വന്ന സ്ഥിതിക്ക് അല്പം കൂടെ മാന്യമായിട്ട് പെരുമാറാതെ. വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന് കരുതി വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ? ഉത്തമ നമ്മളോട് ഒന്നിച്ച് വന്നവരാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. പുറകിൽ നിന്ന് മാന്തരുത്. ഒരുമിച്ച് വന്നെന്ന് കരുതി നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത്. എന്റെ ഒരു സെറ്റപ്പേ വേറെ. നീ ആര്? സദ്ദാം ഹുസൈന്റെ മച്ചമ്പി? അതോ ടാറ്റാ ബിർലയുടെ കൊച്ചുമോനോ? ഇവരാരുമല്ല, തലക്കുളത്തെ വേലുത്തമ്പിയുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. അല്ല നിങ്ങളെ പോലെ ചാണകക്കുടിയിലും ഊട്ടുവരയിലും ജനിച്ചു വീണവനല്ല. ശ്രീകുട്ടി, ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വരാം. എവനിത്തിരി എരിവും പുളിയും കൂടുതലാ. ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ഇവന് അടങ്ങും. ഒരു ചമ്മന്തി പരുവത്തിലാക്കണം. ഇവിടെ ആരാ? എന്താ ഇവിടെ? ആരും ആട്ടോ വിളിച്ചില്ലല്ലോ. ഉത്തമന്റെ ബന്ധുവീടല്ലേ? അതെ. ആട്ടോ ഓടിക്കുന്ന ഉത്തമന്റെ? അല്ലല്ല. എന്നാൽ അതെ. അല്ല, നിങ്ങളാരാ? ഞാൻ അവൻ ഓടിക്കുന്ന ഓട്ടോയുടെ ഓണറാണ്. കല്യാണത്തിന് ശേഷം കണ്ടില്ല. ഓട്ടോ എപ്പോഴാ എടുക്കുന്നതെന്ന് ചോദിക്കാൻ വന്നതാ. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ. ആ വണ്ടി പോലും വാടക. എത്ര നാളായി ഉത്തമനെ ഉദ്യോഗം തുടങ്ങിയിട്ട്? വർഷങ്ങളായി. ഉത്തമന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവൻ എവിടെ പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ നിൽക്കുന്നതാണ് അവന്റെ ഭാര്യ. ശരി. ഇന്നവന്റെ സ്പെയർ പാർട്ട് ഷാപ്പ് പൂട്ടും, ഇല്ലെങ്കിൽ പൂട്ടിക്കും. ഇതെന്താ മുഖം വല്ലാതിരിക്കുന്നത്? നല്ലപോലെ വിശക്കുണ്ടാവില്ലേ? എനിക്കും വിശക്കുണ്ട്. ചോറെടുക്ക്. സ്പെയർ പാർട്ട് ഷോപ്പിൽ നിന്നാണോ വരുന്നത്? എന്തിനാ സ്പെയർ പാർട്ട് ഷോപ്പിൽ പോണേ? തൽക്കാലം ഓട്ടോയ്ക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അല്ല, ഈ ഓട്ടോകൾക്ക് തകരാറൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ സ്പെയർ പാർട്ട് ഷോപ്പിൽ പോകേണ്ട കാര്യമില്ലെന്ന് പറയായിരുന്നു. ഷോപ്പ് പൂട്ടിയിട്ടാണോ വന്നത്? അല്ല, അത് രണ്ടു ചെറുപ്പക്കാരവിടെ ഉണ്ട്. ഞാനില്ലെങ്കിലും പ്രശ്നമില്ല. എന്റെ മുഖത്ത് നോക്കി വീണ്ടും ഇങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ശ്രീകുട്ടി, വേണ്ട, എന്നെ എങ്ങനെ വിളിക്കണ്ട. ഈ സ്നേഹമുള്ള വെളിയിൽ കാണും എന്തെങ്കിലും ഒരു കള്ളത്തരം. അച്ഛനും കൂടെ അറിഞ്ഞോണ്ടാ ഇത് ചെയ്തെന്ന് എനിക്കറിയാം. അമ്മ എന്താ ഞങ്ങളോട് ഇങ്ങനെ? ഞങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ മക്കളല്ലേ? ഉത്തമനിപ്പോ ഉത്തരം മുട്ടും. ഞാൻ എന്ത് വെട്ടിയാ? വലിയ ഇന്റർവ്യൂ ഒക്കെ നടത്തി ഭർത്താവിനെ സെലക്ട് ചെയ്തതാ. ചതിക്ക് വരുന്ന എല്ലാരും കൂടെ എന്നെ. നിന്നെ മാത്രോ? അപ്പൊ ഞങ്ങളുടെ കാര്യോ? ജയശ്രീ, ഇതിനൊന്നും ഉത്തരവാദി ഞാനല്ല. ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. അതെന്റെ തൊഴിലാണ്. സ്പെയർ പാർട്ട് ഷോപ്പ് ഉണ്ടെന്നൊക്കെ കള്ളം പറയാൻ എന്നോട് ആവശ്യപ്പെട്ടത് ജയശ്രീയുടെ അച്ഛൻ തന്നെയാണ്. ഞാനതിന് വഴങ്ങിയതിന് പിന്നിൽ ആഗ്രഹിച്ച കല്യാണം നടക്കണമെന്ന സ്വാർത്ഥത കൂടി എനിക്കുണ്ടായിരുന്നെന്ന് കൂട്ടിക്കൊള്ളു. സത്യം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും അമ്മാവൻ സമ്മതിച്ചില്ല. ഞങ്ങളുടെ അച്ഛൻ ഒരു ഡിഫറെന്റ് അച്ഛനാണ്. ഇങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, അല്ലേ അച്ഛാ? മതി, നിർത്ത്. സംഭവമൊക്കെ ശരിയാ. ഞാൻ പറഞ്ഞിട്ട് ഉത്തമൻ സത്യം മറച്ചു വെച്ചത്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ഏത് തൊഴിലിനും അതിന്റേതായിട്ടുള്ള മാന്യത ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. കണ്ടോ എന്തിനുണ്ട് അച്ഛനൊരു ന്യായീകരണം? അമ്മേ, ഇനി അമ്മയുടെ മോൾ ഇവിടെ നിൽക്കില്ല. പോകാം. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. അവിയല് വെച്ചത് സാമ്പാറായി പോയി. ഓട്ടെ, അടുത്ത പ്രാവശ്യം ശ്രമിക്കാം അല്ലേ?